അമ്മ, ഇനിയിപ്പൊ അവള് വ്രതം എടുക്കുകയാണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? എന്താ തെറ്റെന്നോ? എല്ലാം അറിയാവുന്ന നീയാണോ ഈ ചോദിക്കുന്നേ? പൂജയ്ക്ക് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ വരൻ താലി കെട്ടിയ പെണ്ണ് തന്നെ വ്രതം എടുക്കണമെന്ന് പൂജാരി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ലേ? വരൻ പ്രിയങ്കയുടെ കഴുത്തില് താലി കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പ്രിയങ്ക വ്രതം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? രാധിക വ്രതം എടുക്കുന്നത് കൊണ്ട് വരണിന് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എന്തിനമ്മേ തടയുന്നത്? അത് പ്രിയങ്കയ്ക്കും നല്ലതല്ലേ? വരുണിന്റെ ദീർഘായുസ് അവളല്ലേ അനുഭവിക്ക. ആ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഈ പൂജയോടെ നിർത്തിക്കൊള്ളണം. അത് കഴിഞ്ഞു അവനെ മനസ്സിൽ കൊണ്ടു നടക്കാനേ അവളുടെ ഉദ്ദേശമെങ്കിലേ ചിലപ്പോ ആരും അറിയാതെ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ചേർത്ത് കൊല്ലും ഞാൻ അവളെ. ഭഗവാനെ, കെട്ടിയ താലി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ അത് കെട്ടിയ ആളിനെ സംരക്ഷിക്കണം. വരുണിന്റെ ജീവിതത്തിന് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലും എന്റെ ആയുസ്സെടുത്ത് പകരം കൊടുത്താലും കുഴപ്പമില്ല ഭഗവാനെ. കാക്കണേ ഭഗവാനെ.